വയനാട് വെള്ളാരംകുന്നിൽ സ്വകാര്യ ബസ്സും ഒമിനി വാനും കൂട്ടിയിടിച്ച അപകടത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനായ ജെൻസലിൻ്റെ നില അതീവ ഗുരുതരം. പൂർണ്ണ ആരോഗ്യവാനായി മടങ്ങിവരാനുള്ള സാധ്യത വിരളമെന്ന് ഡോക്ടർമാർ. ജീവൻ നിലനിർത്തുന്നത് ഉപകരണങ്ങളുടെ സഹായത്തോടെയെന്നും ഡോക്ടർമാർ പറയുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അല്പനേരം മുൻപേ ഒരു ഹൃദയസ്തംഭനം ഉണ്ടായി, അതിൽ നിന്ന് പുനരുജ്ജീവിപ്പിച്ചു എന്ന് പറയാം. വെന്റിലേറ്റർ സഹായവും മറ്റ് കാർഡിയോവാസ്കുലർ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കണ്ണിലെ കൃഷ്ണമണികളൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല. പക്ഷേ ഈ സപ്പോർട്ടുകൾ ഉള്ളത് കൊണ്ട് ജീവൻ നിലനിർത്തി പോകുന്നു എന്നുള്ളതാണ്. വിവരങ്ങളുമായി അർജുൻ ചേരുകയാണ്. അർജുൻ, ഈ അപകടനില തരണം ചെയ്തിട്ടുണ്ടോ? ഡോക്ടർമാരുടെ അഭിപ്രായത്തിൽ എന്താണ് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരാനുള്ള സാധ്യത എത്രമാത്രമാണ്? ജെൻസലിൻ്റെ ആരോഗ്യനിലയെപ്പറ്റി ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് അർജുൻ? ജിൻസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു 10% ചാൻസ് പോലും ഇല്ല എന്നുള്ളതാണ് ഡോക്ടർമാർ നമ്മളോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അത്തരത്തിൽ തന്നെയാണ് ഈ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടും നമ്മളോട് പ്രതികരിച്ചത്. എന്തിനാൽ തന്നെയും തങ്ങൾ ുന്നുണ്ട് എന്നുള്ളതടക്കം സൂപ്രണ്ട് പറയുന്നു. ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുവാൻ കഴിയില്ല. മാത്രമല്ല, മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെങ്കിൽ ഇനി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് കാര്യമില്ല. അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് എല്ലാം ഇവിടെ നിന്നും കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, അങ്ങനെ മാറ്റുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. നമുക്ക് ഏറെ വിഷമകരം എന്ന് പറയുന്നത് ശ്രുതി എന്ന് പറയുന്നത്, ഇദ്ദേഹം കല്യാണം കഴിക്കാനിരുന്ന ശ്രുതി നേരത്തെ തന്നെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ശ്രുതിയുടെ 9 പേർ, അതായത് അച്ഛനും അമ്മയും അടക്കമടങ്ങുന്ന കുടുംബം 9 പേർ ഒലിച്ചു പോയതാണ്. ശ്രുതിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജിൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് വരിക എന്ന് പറയുന്നത് വയനാടിന്റെയും ശ്രുതിയുടെയും ഒന്നടക്കമുള്ള ഒരു ആവശ്യം കൂടിയാണ്. അത്തരത്തിൽ വലിയ പ്രാർത്ഥനയോടെയാണ് വയനാട് ഇപ്പോൾ ഈ ഒരു വാർത്തയെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടെയാണ് എത്രയും പെട്ടെന്ന് തന്നെ ജിൻസ് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ളത് തന്നെയാണ് ഈ എല്ലാവരെയും പ്രാർത്ഥന. തീർച്ചയായും ദുരന്തത്തിൻ്റെ മുകളിൽ വീണ്ടും ദുരന്തം തന്നെ സംഭവിക്കുകയാണ്. വയനാട് എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനാണ് ജെൻസലനാണ് ഇപ്പോൾ വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് ഡോക്ടർമാർ പറയുന്നു. അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ എന്ന് നമ്മൾക്കും പ്രാർത്ഥിക്കാം. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ.